പ്രിൻസസ് കട്ടിന് ചേരുന്ന കുറച്ച് നെക്ക് ഡിസൈൻസ് നോക്കിയാലോ. മേ ബി നിങ്ങൾക്ക് അറിയാമായിരിക്കും, എങ്കിലും ഇത് നെക്ക് വെക്കും എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കും. അപ്പോൾ ഫസ്റ്റത്തെ ഒരു ഓപ്ഷൻ വന്നിട്ട് ബോട്ട് നെക്കാണ് കേട്ടോ. നമ്മളിങ്ങനെ ഈ വഞ്ചി പോലെയൊക്കെ കാണുന്ന ഇങ്ങനത്തെ ഒരു നെക്കില്ലേ, ആ ഒരു നെക്കാണ്. കുറച്ച് മുന്നേ മുതലുള്ളൊരു നെക്കാണ്. പക്ഷേ നമ്മൾ പ്രിൻസസ് കണ്ണൊക്കെ വെക്കുമ്പോൾ നല്ലൊരു ഗ്രേസ്ഫുൾ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു നെക്കാണ് കേട്ടോ. അത് കൂടുതലായിട്ട് നമുക്ക് ഈ ഫോർമൽ ഫംഗ്ഷൻസിനും പിന്നെ ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു നെക്ക് കൂടുതൽ പ്രിഫർ ചെയ്യാം കേട്ടോ. ഇനിയിപ്പം നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയൽ വന്നിട്ട് പ്ലെയിൻ ആണെങ്കിൽ നമുക്ക് ആ ബോട്ട് നെക്ക് ചെയ്തിട്ട് അതിലൂടെ നമുക്കൊരു ബീഡ് വർക്ക് ഒക്കെ കൊടുക്കുവാണെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിട്ട് നമുക്ക് ആ ഒരു മൊത്തം ഔട്ട്ഫിറ്റ് കിട്ടും. അപ്പോൾ നമ്മുടെ അടുത്തൊരു ഓപ്ഷൻ വന്നിട്ട് സ്വീറ്റ് ഹേർട്ട് നെക്കാണ് കേട്ടോ. അപ്പോൾ അതിനൊരു ഫെമിനൈൻ ലുക്ക് നമുക്ക് നൽകാൻ സാധിക്കും. പിന്നെ ഈ പ്രിൻസസ് കട്ട് എന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങനെ ലെയേഴ്സ് വന്നിട്ട് കൂടുതൽ നമുക്ക് നല്ലൊരു സ്ട്രക്ചർ നൽകും. നമ്മുടെ ഷേപ്പിനെ കൂടെ എൻഹാൻസ് ചെയ്യിപ്പിക്കുന്ന ഒരു പാറ്റേൺ ആണല്ലോ. അപ്പോൾ നമുക്കൊരു ഈ സ്വീറ്റ് ഹേർട്ടിനൊക്കെ കൂടെ അതിൻ്റെ കൂടെ നമ്മൾ ചെയ്യുവാണെങ്കിൽ ഒരു റൊമാൻറ്റിക് ടച്ചും കൂടെ നൽകാൻ വേണ്ടിയിട്ട് കൂടുതൽ ഹെൽപ്പ് ചെയ്യും. ഒരു പാർട്ടി വെയർ ആയിട്ടും പിന്നെ അല്ലെങ്കിൽ വെഡിങ് ഫംഗ്ഷൻ അങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാനാണെങ്കിൽ നമ്മൾ ഈ പ്രിൻസസ് കട്ടാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കൂടെ ഈ ഒരു സ്വീറ്റ് ഹേർട്ട് നെക്ക് ആയിരിക്കും കേട്ടോ കൂടുതലും ചേരുക. അടുത്തൊരു നെക്ക് ലൈൻ ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഹൈ നെക്ക്, ഈ സ്റ്റാൻഡ് കോളർ എന്നൊക്കെ പറയത്തില്ല. അത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു എലഗൻ ഒരു റോയൽ ലുക്കൊക്കെ നമുക്ക് തരും കേട്ടോ. അത് നമുക്ക് ഈ പാർട്ടി വേഴ്സ് ഒക്കെ ആയിട്ട് നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ബ്രൈഡ്സ് ഒക്കെ ചെയ്യുമ്പോഴും അങ്ങനെ ഒരു നെക്ക് ആണെങ്കിൽ നമുക്ക് കൂടുതലൊരു നല്ലൊരു എലഗൻസ് ലഭിക്കും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫുൾ സ്ലീവും കൂടെ വെക്കുവാണെങ്കിൽ അത്രയും കൂടെ ഭംഗിയായിരിക്കും കേട്ടോ നമുക്കതിനെ കിട്ടുക ആ ഒരു ഔട്ട്ഫിറ്റ് മൊത്തത്തിൽ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് വന്നിട്ട് ഒരു വി നെക്കാണ്. നമുക്കൊരു സ്ലിം ലുക്കാണ് കിട്ടേണ്ടതെങ്കിൽ നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നെക്ക് ലൈൻ ആണ് കേട്ടോ ഈ വി നെക്ക് വന്നിട്ട്. സോ ദ ലാസ്റ്റ് വൺ വന്നിട്ട് ഒരു റൗണ്ട് നെക്കാണ് കേട്ടോ. ഒരു സാധാരണ പ്ലെയിൻ ആയിട്ടുള്ള നമ്മൾ സാധാരണ വെക്കാറില്ലേ അങ്ങനത്തെ ഒരു റൗണ്ട് നെക്ക്. ഏത് ഏജ് ഗ്രൂപ്പിൽ വേണമെങ്കിലും ഈ ഒരു പ്രിൻസസ് കട്ടിൻ്റെ കൂടെ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നെക്ക് ലൈൻ ആണ് കേട്ടോ. അത് വന്നിട്ട് ഒരു സിമ്പിൾ കാഷ്വൽ ലുക്ക് ആയിരിക്കും. ബട്ട് നമ്മൾ കൂടുതലും റൗണ്ട് നെക്ക് ചൂസ് ചെയ്യുവാണെങ്കിൽ ഒരു ഷോൾ ഒരു ദുപ്പട്ടയും കൂടെ അതിൻ്റെ കൂടെ കരുതുന്നതായിരിക്കും ആ ഒരു ഔട്ട്ഫിറ്റിന് മൊത്തത്തിൽ ഒരു ഭംഗി നൽകുക. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് അതിന് ചുറ്റും എംബ്രോയിഡറി വർക്കുകളൊക്കെ കൊടുത്ത് കൂടുതലും ഭംഗിയാക്കാവുന്നതാണ്. സോ അപ്പം പ്രിൻസസ് കട്ടിന് ചേരുന്ന ഒരു 5 നെക്കുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഫോളോ ഫോർ മോർ ടിപ്സ്.